ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പഴയ മ്യൂസിക് സിസ്റ്റമാണ്. ഇതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരുന്ന നമ്മൾ CD പ്ലെയറിലൊക്കെ കണക്ട് ചെയ്യുന്ന പോലത്തെ കേബിൾ വഴിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് പകരം ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇല്ല. നമുക്കിപ്പോൾ ഇങ്ങനത്തെ കേബിളുകൾ കണക്ട് ചെയ്യുന്നതിന് പകരം ഇതിനകത്ത് ബ്ലൂടൂത്ത് ആഡ് ചെയ്യാൻ പോകണം നമ്മളിന്ന്. എന്നിട്ട് അതിൻ്റെ വർക്കിങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആദ്യം ഇതാണ് അതിൻ്റെ ബോക്സ്. മ്യൂസിക് സിസ്റ്റത്തിൽ വരുന്നത് ട്രാൻസ്ഫോമർ, പിന്നെ അതിൻ്റെ ആംപ്ലിഫയർ ബോർഡുകളും മറ്റുമാണ്. നമുക്കിതൊന്ന് ഊരിയെടുക്കാം. നമ്മളിത് ഊരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നുള്ള വയറ് വരുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് ഔട്ട് ഏതാണ് ഇന്നെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റിമൂവ് ചെയ്തത്. ഇതിനകത്ത് ഇൻപുട്ട് വരുന്നത് ഈ കോഡാണ്. നമ്മളപ്പോൾ ബ്ലൂടൂത്ത് ആഡ് ചെയ്യുന്നത് ഇതിന് പാരലായിട്ടാണ്. ഈ ബോർഡാണ് നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് എടുക്കുന്നത്. ഇതിനകത്തുനിന്ന് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഗ്രൗണ്ടും പിന്നെ 5 വോൾട്ട് പ്ലസ് 5 വോൾട്ടും ഗ്രൗണ്ടും മൊത്തം 5 വയർ നമ്മൾ സോൾട്ട് ചെയ്തെടുക്കുന്നു. മൊത്തം നമ്മൾ 5 വയർ സോൾഡർ എടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട്, VCC 5 വോൾട്ട്, റൈറ്റ് ഔട്ട്, ഗ്രൗണ്ട്, ലെഫ്റ്റ് ഔട്ട്. ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി 5 വോൾട്ടാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ബോർഡിനകത്ത് നിന്ന് എടുക്കുന്നതിന് പകരം ഒരു ചാർജർ, പഴയൊരു ചാർജർ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കണക്ട് ചെയ്യാം. നമ്മളിത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഴയ ഒരു ഡേറ്റ കേബിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും പിന്നെ നമുക്ക് വേറെ സോൾഡറിങ് ഒന്നും വരത്തില്ല. ഇതിനകത്ത് അധികം കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഇതിനകത്ത് അവിടെ 4 വയറാണ് വരുന്നത്. റെഡ്, ബ്ലാക്ക്, ഗ്രീനും യെല്ലോ. ഗ്രീനും വൈറ്റും. ആ ഗ്രീനും വൈറ്റും നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. ഇതിനകത്ത് പക്ഷേ AC-യുടെ പോയിന്റ് നമ്മൾ 2 വയർ സോൾട്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ചെറിയ 1 സ്ക്വയറിൻ്റെ 2 വയർ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നേരത്തെ ഇത് കണക്ടർ വരുന്നുണ്ട്. ഇൻപുട്ട് ബോർഡിലേക്ക് പോകുന്നത് ആ കണക്ടറിലേക്ക് ബ്ലൂടൂത്തിൻ്റെ വയറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മൾ ടേപ്പ് വെച്ച് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്ത്. ഇനി പവറാണ് കണക്ട് ചെയ്യാനായിട്ടുള്ള. നമുക്ക് നേരത്തെ എടുത്തതിനകത്തുനിന്ന് OTG കേബിളിൻ്റെ റെഡും ബ്ലാക്കിലേക്കും ഇത് കണക്ട് ചെയ്യാം. ചാർജറിലേക്ക് കണക്ട് ചെയ്യുന്ന AC സപ്ലൈ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് AC സപ്ലൈയിൽ നിന്ന് ബൈപ്പാസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാം ഫിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മളിനി തിരിച്ച് ഇതെല്ലാം ബോർഡെല്ലാം തിരിച്ച് നമ്മൾ ബോക്സിനകത്തേക്ക് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷം നോക്കാം. നമ്മൾ സിസ്റ്റം അസംബിൾ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് പവർ കൊടുത്ത് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. ഇതിനകത്തൊരു സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ 5.0 BT മ്യൂസിക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. പെയർ കണക്റ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് പാടുക. ഇതിനകത്ത് വോളിയം കൂട്ടിയാലും ഒരു മാക്സിമം വരെ ഇതിനകത്ത് കൂടത്തുള്ളൂ. ഇതിനകത്ത് വോളിയം കൂട്ടണമെങ്കിൽ ഇതിനകത്ത് ഒരു വോളിയം ബട്ടൺ ഉണ്ട്, നോബുണ്ട്, അത് തിരിച്ചാൽ മതി.
merecerme, pero voy a controlar. Que yo ya sé que de ti I got to stay away, got to stay away. Sé que como un trofeo quieres tenerme, pero I don't need no more.